ഭാരതീദാസൻ സർവകലാശാലയുടെ 38ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനായതിൽ സന്തുഷ്ടനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ സർവകലാശാല ആസ്ഥാനത്ത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2024 തന്റെ ആദ്യ പൊതുവേദിയാണ് ബിരുദദാന ചടങ്ങ്. സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര പഠനം കർഷകർക്കും സാങ്കേതിക പഠനം പ്രശ്നപരിഹാരങ്ങൾക്കും ഉതകുമ്പോൾ സാമ്പത്തിക ശാസ്ത്ര പഠനം ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ സർവകലാശാലയിലെ ഓരോ ബിരുദധാരികൾക്കും സംഭാവനകൾ നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. My young friends, you are a part of a great historical tradition of knowledge. Enad Manav Kutumbame, universities play a crucial role in giving direction to any nation. When our universities were vibrant, our nation and civilization were vibrant too. When our nation was attacked, our knowledge system were targeted immediately. In the early part of the 20th century, people like Mahatma Gandhi, Pandit Madan Mohan Malaviya and Sir Annamalai Chettiar started universities. These were hubs of knowledge and nationalism during the freedom struggle. Similarly, one of the factors behind the rise of India today is the rise of our universities. India is setting records in economic growth at the fastest growing major economy. At the same time, our universities are also entering global rankings in ലോകത്തെ record മുഖ്യ numbers. സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ സേവനങ്ങൾക്കും ചരക്കുകൾക്കും പുതിയ വിപണികൾ ലഭിക്കുന്നതിന് കാരണമാകും. യുവജനങ്ങൾക്ക് എണ്ണമില്ലാത്ത അവസരങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക. ആഗോള വിഷയങ്ങളിൽ ഇന്ത്യക്ക് ഇന്ന് ലഭിക്കുന്നത് വൻ സ്വീകാര്യതയാണ്. പ്രാദേശിക ആഗോള ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇപ്പോൾ മികച്ച സമയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാവിലെ തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആർ.എൻ. രവി, മുഖ്യമന്ത്രി സ്റ്റാലിൻ, കേന്ദ്ര സഹമന്ത്രി എൽ. മുരുകൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തിരുച്ചിറപ്പള്ളിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഷിപ്പിംഗ്, ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട 19,850 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ദേശീയപാത 81 ട്രിച്ചി കല്ലകം ഭാഗത്തിനായി 39 കിലോമീറ്റർ നീളമുള്ള 4-വരി പാത ഉൾപ്പെടുന്ന 5 റോഡ് പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. കാമരാജർ തുറമുഖത്തിന്റെ ജനറൽ കാർഗോ ബെർത്ത് 2 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിലെ ഡെമോൺസ്ട്രേഷൻ ഫാസ്റ്റ് റിയാക്ടർ ഫ്യൂവൽ റീപ്രോസസിംഗ് പ്ലാന്റും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും.